എന്താ അവളെന്തി? ശ്യാമളെ, ഡേ നീ എപ്പം വന്നടാ? എന്താ എന്നാ ചായ കുടിക്കുന്നേ? എനിക്കൂടെ എടുത്തോണ്ട് വന്നോ. എന്തായടാ, ക്യാഷിന്റെ കാര്യമൊക്കെ റെഡിയായോ? എന്തോ അവൻ യാത്ര പോയിക്കാൻ വന്നതാ. അതെന്തിനാ? ആണോ? അതൊക്കെ റെഡിയായി. ഇന്ന് ഉച്ചയ്ക്കാ റെഡിയായത്. ടിക്കറ്റ് വന്നപ്പോ തന്നെ ഞാൻ നേരെ ഇങ്ങോട്ടാ വന്നത്. പിന്നെ നാളെ നീയും പിള്ളേരോട് അങ്ങ് വരണം. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ മറ്റന്നാ രാവിലെ 10 മണിക്കാ പോകുന്നത്. അപ്പം അളിയൻ കട അടച്ചിട്ടങ്ങ് വരാന്ന് പറഞ്ഞു, നേരെ വരാന്ന് പറഞ്ഞു. അപ്പൊ നീയും പിള്ളേരുടെ. അളിയന്റെ കാര്യമൊന്നും എനിക്ക് ഉറപ്പില്ല. ഞങ്ങൾ എന്തായാലും വന്നിരിക്കും. എന്റെ കൂടപ്പുറപ്പല്ലേ, എനിക്ക് വരാതിരിക്കാനൊക്കത്തില്ല. അളിയൻ വലിയ ബിസിനസ്മാനാ, അളിയന് തിരക്കുള്ള ആളാ. നീ എങ്ങനെയാടാ പോകുന്നത്? ബസ്സിനങ്ങ് പോകാന്ന് വിചാരിച്ചു. അതെന്താ, കൂട്ടുകാരന്മാരും ഇല്ലേ കൊണ്ടുവിടാന്? ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അതുപോലെ ഇവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് വർക്ക്ഷോപ്പിലെങ്ങാണ്ട് കൊണ്ടിട്ടിട്ട് എത്ര ദിവസമായെന്നറിയാവോ? ഒന്ന് എടുക്കാൻ പോലും ഇതുവരെയും പറ്റിയിട്ടില്ല. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, അവര് സഹായിച്ചാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളെന്ന്. ആരും ഇല്ലാത്തവർക്ക് പടച്ചോനുണ്ടടാ. നീ ധൈര്യമായിട്ട് പോവും. എല്ലാരെയും മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഈ കിട്ടിയേക്കുന്നത്. അത്രയും നീ മനസ്സിലാക്കിയാ മതി. എന്താ മനസ്സിലാക്കാനാ ശ്യാമളെ? നീ എന്താ അളിയനേ, നീ എന്താ പറഞ്ഞിട്ടാണ് ശ്യാമളെ അളിയനോട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? നീ ഇപ്പൊ കാറിന്റെ കാര്യം പറഞ്ഞു, വർക്ക്ഷോപ്പിലാണ്. ആ കാറൊക്കെ വിറ്റോ? അളിയന് കുറെ ബാധ്യതകളുണ്ട്, കടബാധ്യതകൾ ഒരുപാട് കിടപ്പുണ്ട്. അതിനുവേണ്ടി ആ വണ്ടി കൊണ്ടുവന്ന് വിറ്റിട്ട് ബാക്കി വെച്ചിരുന്ന പൈസ, എന്തോ ആവശ്യത്തിനാണ് ഇവിടെ വെച്ചിരുന്ന പൈസ. എന്റെ കഷ്ടകാലത്തിനെങ്ങാണ്ട ഞാൻ ഇവിടെ അന്ന് വന്നതേന്. സാധാരണ പെങ്ങന്മാരെ അയച്ചെടുത്ത് അളിയന്മാരോട് പൈസ ചോദിക്കുന്നത് തന്നെ ഞാൻ ചെയ്ത് തെറ്റ്. പിന്നെ എന്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് എൻ്റെ അടുക്ക പ്രത്യേക ഒരു കാര്യം പറഞ്ഞു, നീ പോലും അറിയരുതെന്ന് പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് പൈസ എടുത്ത് എനിക്ക് കൊണ്ട് തന്നു. ഇനിയെങ്കിലും ഞാൻ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അളിയനോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്. ഇനി ഞാൻ പോയി കഴിഞ്ഞാലും ഇനി വരുന്ന ഏത് കാലത്ത് വന്നാലും നീ അന്ന് വരെ നീ അളിയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നോട് ഇതൊന്നും പറയാറില്ലടാ, പിന്നെ എങ്ങനെ ഞാനിതൊക്കെ അറിയുന്നത്? ഇനി നിന്നോടൊന്നല്ല ആരോടും അളിയനൊന്നും വിട്ടു പറയത്തില്ല. പിന്നെ അന്ന് എന്തോ ഒരു യാദൃശികമായിട്ട് എൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ തന്നെ. പിന്നെ വേറെ കാര്യം, നീ അളിയനുമായിട്ട് വരുന്നെങ്കിൽ മാത്രം വന്നാൽ മതി, അല്ലാതെ നീ ഒറ്റയ്ക്ക് വരണ്ട കേട്ടാ. നീ ചെല്ല്, അകത്തോട്ടില്ല. എനിക്ക് എന്തോ ഞാൻ ഈ കേൾക്കുന്നത്? ഇത്രയൊക്കെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് ഇക്കൊന്ന് ഒരു വാക്ക് പോലും എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇക്ക. ഞാൻ നിന്നോടത്ത് എന്തോ പറയാനാ? ഞാൻ ഈ വർഷം പിള്ളേരെ സ്കൂളൊന്ന് മാറ്റുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്റെ തല അടിച്ചിരുന്നു. കച്ചവടമൊക്കെ ആകുമ്പോഴേ ഏറ്റവും ഇറക്കമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ കല്യാണത്തിന് ഈ പറയുന്ന ഒരു ഇതുമില്ല. പിന്നെ നമ്മൾ അധ്വാനിച്ചല്ലേടി ഇവിടം വരെ എത്തിയത്. ചില തകർച്ചയൊക്കെ ഉണ്ടാവും. നീ അതും പറഞ്ഞ് ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കും. ഇനി പേടിക്കേണ്ട അടി വേണം.